പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ബയോമിമിക്രിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. ബയോമിമിക്രി എന്തായിരുന്നു? ബയോമിമിക്രി എന്ന് പറഞ്ഞാല് ഓക്കെ പറഞ്ഞോ. ബയോമിമിക്രി അക്ഷയ പറഞ്ഞേ. ബയോമിമിക്രി എന്തായിരുന്നു? ബയോമിമിക്രി എന്തായിരുന്നു? ബയോമിമിക്രി എന്ന് പറഞ്ഞ ടെക്നോളജിയെ കുറിച്ച് എന്തായിരുന്നു അറിയുന്നത്? പറഞ്ഞേ അക്ഷയ. പറഞ്ഞു. ബയോമിമിക്രി പറയൂ. എന്താ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറ. ഓക്കെ, ആദിത്യ പറഞ്ഞോ. നേച്ചറില് നേച്ചറില് ബയോമിമിക്രി ആ ടേമിൽ തന്നെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. നേച്ചറില് പറഞ്ഞോ. നേച്ചറിലെ ലിവിങ് തിങ്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് അത് നമുക്ക് ടെക്നോളജി അത് ടെക്നോളജിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് ബയോമിമിക്രി എന്ന് പറയുന്നത് അല്ലെ. അതായത് നേച്ചറിലെ ലിവിങ് തിങ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് അത് വെച്ച് നമ്മളൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് ബയോമിമിക്രി എന്ന് പറയുന്നത്. നേച്ചറിലുള്ള ലിവിങ് തിങ്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട്, അതിപ്പം ലിവിങ് ഓർഗാനിസം ആയിക്കോട്ടെ, അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനാണ് നമ്മൾ ബയോമിമിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതൊക്കെ ലെവലിലാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലേ, നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെക്കോ ടേപ്സിനെ കുറിച്ച് പറഞ്ഞു, ലോട്ടസ് എഫക്ട്സ് പറഞ്ഞു, പിന്നെ ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബയോണിക് കാർ അല്ലെ, മെഴ്സിഡൻസ് ബെൻസ് ഇറക്കിയ ഒരു ബയോണിക് കാർ, അതിന്റെയൊക്കെ ഷെല്ല് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കട്ടിയുള്ള നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഫിഷ്, ഇതിൽ കാണുന്ന ഒരു ബോക്സ് ഫിഷിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു കാർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ പിന്നെ ട്രീസ് അറേഞ്ച് their fibers to minimize stress and add materials where strength is needed. Bonds removed materials were not needed, optimizing the structure. CAO, computer aided optimization, and SKO developed by Klaus Matek at the കാൽഷോ റിസർച്ച് സെന്റർ ഇൻ ജർമ്മനി. അപ്പൊ ഇങ്ങനെ നമ്മുടെ ട്രീസിനൊക്കെ പിന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ജർമ്മനിയിലുള്ള ഒരു റിസർച്ച് സെന്റർ എന്തെടുത്തു, CA ആൻഡ് SKO എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു നമ്മളിങ്ങനെ നമ്മുടെ എൻവയോൺമെന്റിൽ കാണുന്ന പലതരം ഓർഗാനിസം, ലിവിങ് ഓർഗാനിസത്തിന് ഇമിറ്റേറ്റ് ചെയ്ത് പല ടെക്നോളജീസ്, അപ്പൊ എക്സാമ്പിൾസ് ആണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ പല ടെക്നോളജീസും ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. അത് കൂടുതൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ നേച്ചറിലുള്ള ലിവിങ് തിങ്സ്, ലിവിങ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമിറ്റേറ്റ് ചെയ്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, ബയോമിമിക്രി എന്ന് പറയുന്നത്. Okay, then advantages of biomimicry: to create products, processes and policies. അല്ലെ, നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റും ഒക്കെ പ്രോസസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ബയോമിമിക്രി കൊണ്ട് പറ്റും. Then to create new ways of living. Then to create suitable products with great performance. അല്ലെ, നമുക്ക് പുതിയ പുതിയ നല്ല പ്രൊഡക്ട്സ്, നമുക്ക് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ്, നല്ല പെർഫോമൻസ് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടു സേവ് എനർജി ആൻഡ് കട്ട് മെറ്റീരിയൽസ് കോസ്റ്റ്. അല്ലെ, നമുക്ക് മെറ്റീരിയലിന്റെ ഒക്കെ കോസ്റ്റ് ഒക്കെ നമുക്ക് കുറെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട്, മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബയോമിമിക്രിയിലൂടെ നമുക്ക് പറ്റും. അല്ലെ, നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ടു റിഡിഫൈൻ ആൻഡ് എലിമിനേറ്റ് വേസ്റ്റ്, നമുക്ക് കുറെയൊക്കെ വേസ്റ്റ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ടു സോൾവ് ഹ്യൂമൻ പ്രോബ്ലംസ് ആൻഡ് എംപ്ലോയ്മെന്റ്, നമുക്ക് ജോലി സാധ്യതയും പിന്നെ ഹ്യൂമൻ പ്രോബ്ലംസ് ഒക്കെ കുറെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബയോമിമിക്രി വെച്ച് നമുക്ക് കുറെയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബയോമിമിക്രി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് ബയോമിമിക്രി നോളജ്. എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ബയോമിമിക്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്, അത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, അതൊരു കമ്മ്യൂണിക്കേഷൻ
നിലനിർത്തുക അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു വരും തലമുറകളിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു നോളജ് എന്ത് ചെയ്യാം, സ്പ്രെഡ് ആകും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ മേക്കിംഗ് റിസർച്ചസ് ആൻഡ് സ്റ്റഡീസ്, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബയോമിമിക്രിയെ ബന്ധപ്പെട്ട് റിസർച്ചസും സ്റ്റഡീസ് ഒക്കെ നടത്തുക. ദെൻ എൻകറേജിങ് അതേഴ്സ്, ബയോമിമിക്രി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, അവരെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള അതൊക്കെയാണ് ഈ ബയോമിമിക്രി പ്രൊമോട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജാനിൻ ബെനീസിന്റെ ചില വേർഡ്സ് ആണ്, ബയോമിമിക്രി ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്, കോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് വി ആർ വില്ലിംഗ് ടു മേക്ക് പ്രോഗ്രസ് വി കനോട്ട് rely on the small scale improvements. We need to rethink challenges from the first principle and using biomimicry to achieve them. അപ്പൊ നമുക്കൊരു പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഒരു ഇംപ്രൂവ്മെന്റ് മാത്രമല്ല, നമുക്ക് കുറച്ച് ചലഞ്ചസ് ഒക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടുന്ന പറയുന്നത്. The more our world function like the natural world, the more likely we are to endure on this home that is ours, but not ours alone. അപ്പൊ നമ്മുടെ നാച്ചുറലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷെ നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. അങ്ങനെ 2 കോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബയോമിമിക്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 കോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബയോമിമിക്രി ഒക്കെ നമ്മള് നേച്ചറിൽ ഉള്ള ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മളെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ബയോമിമിക്രി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പോ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഓർ EIA. ഇപ്പൊ നമ്മൾ ഈ റീസെന്റ് ആയിട്ട് കുറെ കേട്ട് വരുന്ന ഒരു കാര്യമാണ് EIA എന്ന് പറയുന്നത്. Okay. Introduction. An environmental impact assessment or EIA is an assessment of the possible positive or negative impact that a proposed project may have on the environment, considering natural, social and economic aspects. എന്താണ് EIA എന്നുള്ളത്? അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഡാം നിർമ്മിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യും, അത് നമ്മുടെ എൻവയോൺമെന്റിന് ആ ഒരു ഡാം വരുന്നത് വഴി അതിന്റെ ചുറ്റുമുള്ള ആ ഒരു ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അത് ആ ഒരു ഡാം വരുന്നത് വഴി എന്തെങ്കിലും നമ്മുടെ മനുഷ്യർക്കോ ജന്തുജാലങ്ങൾക്കോ എന്തെങ്കിലും നഷ്ടങ്ങൾ വരാനോ എന്തെങ്കിലും ഇമ്പാക്ട്സ് വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു അസസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഒരു പുതിയൊരു പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതും ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മുടെ എൻവയോൺമെന്റിന് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ട് എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് വരുത്തുന്നത് അതിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ് ആണ് എന്ത് പറയുന്നത്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ന്യൂ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഒരു ഡാം ഒക്കെ നമ്മൾ പുതുതായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു ഡാം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത് എൻവയോൺമെന്റിന് എന്തൊക്കെ തരത്തിൽ ഇമ്പാക്ട് ചെയ്യുന്നു, സോഷ്യൽ ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മൊത്തം ഒരു ക്രോസ് ചെക്ക് ചെയ്യുക. അതിന്റെയൊക്കെ മൊത്തം ഒരു അനലൈസ് എടുത്ത് ഒരു അസസ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, EIA എന്ന് പറയുന്നത്. An environmental impact assessment or EIA is an assessment of the possible positive or negative impact that our proposed project may have on the environment, considering natural, social and economic aspects. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടെന്ന് പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സും നോക്കുന്നുണ്ട്. അതില് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് മാത്രമല്ല, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്ട്സും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു അസസ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, EIA ഓർ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, according to the International Association of Impact Assessment or IAIA, ഷോർട്ട് ആയിട്ട് എന്താ പറയുക, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഇമ്പാക്ട് അസസ്മെന്റ് ഷോർട്ട് ആയിട്ട് IAIA എന്ന് പറയും. അത് പറയുന്നത് അതെങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം. The process of identifying, predicting, evaluating and mitigating the biophysical, social and other relevant effects of the development proposals
prior to major decision being taken and commitments made. അതായത് ഒരു പ്രോസസ്, ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഏതെങ്കിലും ഒരു പ്രൊപ്പോസൽ മീൻസ് ഒരു പ്രൊജക്ട്, ഒരു ഡാം ഒക്കെ പോലുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുക, പ്രിഡിക്റ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാൻ, മിറ്റിഗേറ്റിംഗ് ദ ബയോ ഫിസിക്കൽ സോഷ്യൽ ആൻഡ് അതർ റെലവന്റ് എഫക്ട്സ്. പിന്നെ എന്ത് ചെയ്യാം, അത് സോഷ്യലും എൻവയോൺമെന്റുമായിട്ട് എന്തെങ്കിലും ഡിഫക്ട്സ് എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ മിറ്റിഗേറ്റ് ചെയ്യുക, ലഘൂകരിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ, ഒരു അസസ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, അങ്ങനെയാണ് IAIA എൻവയോൺമെന്റൽ അസസ്മെന്റ്, ഇമ്പാക്ട് അസസ്മെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു അസസ്മെന്റ് ആയിട്ടാണ് EIA നമ്മുടെ IAIA ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് EIA. ഓക്കെ, എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നിലവിൽ വന്നത്, ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് നോക്കാം. EIA വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് Environment Policy Act of 1969, നാഷണൽ എൻവയോൺമെന്റ് പോളിസി ആക്ടിനെ ഷോർട്ടായിട്ട് NEPA എന്ന് പറയും. 1969 NEPA ഫോളോ അപ്പ് ആയിട്ടാണ് EIA US-ലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഫോർ കൺസിഡറിംഗ് പോസിബിൾ ഇമ്പാക്ട്സ് പ്രയർ ടു എ ഡിസിഷൻ ബീങ് ടേക്കൺ ഓൺ വെദർ or not a proposal should be given approval to proceed. അപ്പൊ ഒരു പ്രൊപ്പോസൽ മീൻസ് പ്രൊജക്ട് ആണ് കേട്ടോ. എന്തെങ്കിലും ഒരു പ്രൊജക്ട്, ഒരു നാട്ടിലൊരു പ്രൊജക്ട് എന്തെങ്കിലും അപ്പീൽ കൊടുക്കണോ, അതിന് പ്രൊസീഡിങ്സിന് അലോ ചെയ്യണോ എന്നുള്ള ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് NEPA ഭാഗമായിട്ട് 1969 ഇത് ഫസ്റ്റ് USA വരുന്നത്. ഓക്കെ, environmental impact assessment concept in India came in the year 1994. പക്ഷെ അത് ഇന്ത്യയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് 1994 കേട്ടോ. അതായത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ EIA നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വന്നതിന് ശേഷമാണ് EIA നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. There have been 3 amendments in the notifications. അപ്പോൾ അതിൽ 3 അമെന്റ്മെന്റ്സ് ഇപ്പൊ നിലവിലുണ്ട് എന്ന് പറയുന്നത്. റെക്കഗ്നിഷൻ ഓഫ് EIA consultant and organization through Quality Council of India is also one step ahead to stop entry of unethical people mushrooming as EIA consultant. ഓക്കെ, അപ്പം ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ദെൻ EIA പ്രോസസ്സിലുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രീനിങ്, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കോപ്പിംഗ്, ദെൻ തേർഡ് വൺ പ്രെഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ, ഫോർത്ത് വൺ മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓഡിറ്റിംഗ്. ഓക്കെ, first screening. Screening often results in a categorization of the project, and from this a decision is made on whether or not a full EIA is to be carried out. ഒരു പ്രൊജക്ട് ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഫസ്റ്റ് നടത്തുന്ന സ്ക്രീനിങ് പ്രോസസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മള് സ്ക്രീനിങ് പ്രോസസ് ആണ്. അത് സ്ക്രീനിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ എക്സാം ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിങ് ഒക്കെ നടത്തും അല്ലെ. ഇപ്പം ഈ കോവിഡിന്റെ ഭാഗമായിട്ട് എന്തിനാ, അപ്പൊ ഇതിന് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണോ, ഒരാളെ സ്ക്രീൻ ചെയ്യും അല്ലെ, എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ഇതിനായിട്ട് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ, എന്തെങ്കിലും മൊത്തത്തിലൊരു സ്ക്രീനിങ് നടത്തും. എന്നിട്ടാണ് അയാളെ ക്വാറന്റൈനിൽ ഇരുത്തണോ എന്നുള്ളതൊക്കെ പിന്നെ ചിന്തിക്കുക അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്ക്രീനിങ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് EIA എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ചെയ്യാം. അതായത് ഈ ഒരു പ്രൊജക്ട് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, ഈ ഒരു പ്രൊജക്ടിന് EIA അത്യാവശ്യമാണോ, എൻവയോൺമെന്റ് ആയിട്ടോ സോഷ്യൽ ആയിട്ടോ എക്കണോമിക് ആയിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട്സ് ഈ ഒരു പ്രൊജക്ട് കൊണ്ട് വരുന്നുണ്ടോ എന്നുള്ള ഒരു ഫസ്റ്റ് ഒരു സ്ക്രീനിങ് ആണ് നടത്തുക. ഫസ്റ്റ് ഒരു അസസ്മെന്റ് നടത്തും. അതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഈ ഫുൾ EIA ഈ ഒരു പ്രൊജക്ടിന് ഫുൾ ആയിട്ടുള്ള ഒരു EIA ആവശ്യമുണ്ടോ എന്നുള്ള ഒരു അനലൈസിങ് നടത്തും. അതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. Then scoping. Scoping is the process of determining which are the most critical issues to study and will involve community participation to some degree. It is at this early stage that EIA can most strongly influence the outline proposal. Scoping എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അനലൈസ് ചെയ്ത് സ്ക്രീനിങ് നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻവയോൺമെന്റുമായിട്ട് ഇത്ര എന്തെങ്കിലും ഇമ്പാക്ട്സ് വരുത്താൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് വരുത്താൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും അത് എന്തൊക്കെ ഇഷ്യൂസ് ആണ് ക്രിയേറ്റ് ചെയ്യുക, ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടുള്ള എന്തൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സ്കോപ്പിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആയുള്ള സ്കോപ്പിംഗ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് തെർമൽ സ്ക്രീനിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്, അതായത് എന്തെങ്കിലും ഇമ്പാക്ട്സ് വരാൻ ചാൻസ് ഉണ്ടോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അത് കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സ്കോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ. ഓക്കെ, ഡീറ്റെയിൽഡ്, അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽഡ് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്റ്റഡീസ് ഫോളോ സ്കോപ്പിംഗ് ആൻഡ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ എ പാരലൽ വിത്ത് ഫീസിബിലിറ്റി സ്റ്റഡീസ്. അപ്പൊ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോപ്പിംഗിന്റെ ഒരു തുടർച്ചയായിട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ടോ, അപ്പൊ അത് പ്രഡിക്റ്റ് ചെയ്യുക, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക, അത് ലഘൂകരിക്കാനുള്ള ഒരു അപ്രോച്ച്, അതാണ് തേർഡ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. Then fourth step എന്ന് പറയുന്നത് മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് ആണ്. ദ മെയിൻ ഔട്ട്പുട്ട് റിപ്പോർട്ട് ഈസ് കോൾഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. അപ്പൊ സ്ക്രീനിങ്ങും സ്കോപ്പിംഗ് ഒക്കെ നടത്തി പ്രഡിക്ഷനും മെറ്റിഗേഷനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് and contains a detailed plan for managing and monitoring environmental impacts both during and after implementation. അപ്പൊ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് കഴിയുമ്പോഴേക്കും നമുക്കൊരു റിസൾട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിൽ എങ്ങനെയാണ് ഇനി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ കിട്ടും. ഓക്കെ, ആ ഒരു റിപ്പോർട്ട് കിട്ടും. അപ്പൊ അതാണ് മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പിലൂടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈനലി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ആണ് അല്ലെ. ഫൈനലി ആൻ ഓഡിറ്റ് ഓഫ് ദി EIA പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് സം ടൈം ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ. ദ ഓഡിറ്റ് സെർവ്സ് എ യൂസ്ഫുൾ ഫീഡ്ബാക്ക് ആൻഡ് ലേണിംഗ് ഫംഗ്ഷൻ. എല്ലാം നമുക്ക് ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് എല്ലാം കിട്ടിയതിന് ശേഷം, റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റിംഗ്, എന്ത് കാര്യത്തിനും ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഏതൊരു ഇൻഡസ്ട്രി ആയിട്ടുണ്ടെങ്കിലും ഒരു ഫയൽ വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവും അല്ലെ. അപ്പൊ ചെയ്തതൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുപോലെ അതിലും EIAയിലും EIയുടെ ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ഇപ്പൊ ചെയ്ത സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യാൻ, ഫീഡ്ബാക്സ് ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇതിന് ഈ ഒരു പ്രൊജക്ടിന് ഈ EIA എന്ന് പറയുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്സിന് എന്തൊക്കെ ഡേറ്റാസ് ആണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൊജക്ടിന്റെ കാര്യം, നമ്മൾ ഏത് പ്രൊജക്ടിനാണോ EIA നോക്കുന്നത്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഡാം ആണെങ്കിൽ ആ ഡാമിനെ കുറിച്ച്, അതാണ് നമ്മുടെ പ്രൊജക്ട് എങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള EIA ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ എടുക്കുന്ന EIAയുടെ ഫസ്റ്റ് നമ്മൾ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെ ഡേറ്റാസ് വേണം, ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഡാമിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ ഡേറ്റാസ് വേണം, അതിന്റെ സൈസ്, ടൈപ്പ് ആൻഡ് ലൊക്കേഷൻ, ഇത്തരം കാര്യങ്ങളാണ് പ്രൊജക്റ്റുമായിട്ടുള്ള ഡാറ്റാസ് വേണ്ടത്. ദെൻ ഏരിയ ഓഫ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട്, ഫിസിക്കൽ റിസോഴ്സസ്. ഏരിയ ഓഫ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് അതിന്റെ ചുറ്റുമുള്ള മൊത്തം ലൊക്കേഷനിലുള്ള എന്തൊക്കെ ഇമ്പാക്ട്സ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ സോഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ട് എന്നുള്ളത് ഡാറ്റാസ് കളക്ട് ചെയ്യും അല്ലെ. ഒരു ഡാം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള എത്ര വിസ്തൃതിയിൽ ആള് അല്ലെ, അതിന്റെ എത്ര ചുറ്റുപാട് ആള് താമസിക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലും ആ ഒരു പരിസ്ഥിതി, അവിടെ ഡാം വരാൻ ചാൻസ് ഉള്ള ആ ഒരു സ്ഥലത്തിന് ആദ്യം മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ വന്ന ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള സ്ഥലങ്ങളാണോ, ഇനി ഭാവിയിൽ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ, സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ ഒരു ഫാക്ടറി ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ അതിന് ചുറ്റുപാടും എത്രയോ കിലോമീറ്ററിന് വിട്ട് മാത്രമേ ആൾതാമസം ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെയുള്ള ഡാറ്റാസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഫിസിക്കൽ റിസോഴ്സസ്, ദെൻ ബയോളജിക്കൽ റിസോഴ്സസ്, എക്കണോമിക് ഡെവലപ്മെന്റ് റിസോഴ്സസ്, ക്വാളിറ്റി ഓഫ് അതർ എക്സിസ്റ്റിംഗ് ആൻഡ് പ്ലാന്റ് ഒബ്ജക്ട്. അപ്പൊ ഇത്രയും ഡാറ്റാസ് ആണ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ externalities of EIA, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസ് എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. Then new job encouraged, economic growth stimulated. അപ്പൊ ഇങ്ങനെ ഒരു EIA നടത്തിട്ട് നമുക്ക് നല്ലൊരു ഇതാണ് കിട്ടുന്നതെങ്കിൽ എന്ത് പറയാ, ഒരു പ്രൊജക്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുറെ ജോബ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റഡ്. ദെൻ ഗ്രോത്ത് ഓഫ് ലോക്കൽ ബിസിനസ് എന്റർപ്രൈസസ് സപ്പോർട്ടഡ് അല്ലെ. ഇപ്പൊ ഒരു EIA എന്ന് പറയുന്ന ഒരു പ്രോസസ് അവിടെ നടക്കുകയാണെങ്കിൽ അതിനുള്ള ലോക്കൽ ആയിട്ടുള്ള കുറച്ച് ബിസിനസ് എന്റർപ്രൈസസ് ഒക്കെ എനിക്കത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് സപ്പോർട്ടിങ് ആൻഡ് കോംപ്ലിമെന്ററി ഇൻഡസ്ട്രീസ്, അതിനൊക്കെ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇൻഫ്ലക്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്പോസബിൾ ഇൻകം.
നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് ഡിസ്പോസിബിൾ ഇൻകത്തിനൊക്കെ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു EIA വഴിയിട്ട് പറ്റുന്ന പറയുന്നു. ഓക്കെ. The negative externalities പറയുന്നത് സോഷ്യൽ ഇമ്പാക്ട്സ് ഓൺ ഹെൽത്ത് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ. ഓക്കെ, നമ്മുടെ ലോക്കൽ പോപ്പുലേഷൻ അത് ബാധിക്കുന്നുണ്ട്. Then increase in crime and deviant behavior. Then third, additional pressure on the existing physical infrastructure, അതായത് sewage, water supply അതിനെയൊക്കെ ബാധിക്കാനുള്ള ഇടയുണ്ട്. Then decline in community cohesion, ചേഞ്ച്ഡ് കൾച്ചറൽ വാല്യൂസിനൊക്കെ കുറെ ചേഞ്ചസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ദെൻ EIA ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ EIA കുറച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ദെൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് നമ്മുടെ EIA-നെ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്. അതിന്റെ അണ്ടറിലാണ് നമ്മുടെ EIA വരുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് ഈ EIA-നെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അതിനെ ഷോർട്ടായിട്ട് MOEF പറയും, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. The MOEF is the agency for environmental clearance. If necessary, it may consult a committee of experts. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിന്റെ ആ ഒരു ഏജൻസിയാണ് നമ്മൾ ഇതിനെ EIA-നെ നിയന്ത്രിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഷെഡ്യൂൾ 3-ലുള്ള നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് എക്സ്പേർട്സിനൊക്കെ അവർ നിയമിക്കുക ചെയ്യാം. കുറച്ച് എക്സ്പേർട്സിന് ഇതിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള EIA അനലൈസ് ചെയ്യാനുള്ള കുറച്ച് എക്സ്പേർട്സിനൊക്കെ നിയമിക്കും. പിന്നെ ഈ നമ്മുടെ ഷെഡ്യൂൾ 3 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഷെഡ്യൂൾ 3 വരുന്ന കുറച്ച് ലോസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അതുമായിട്ട് EIA ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ലോസ് ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത് നോക്കാം. വാട്ടർ ആക്ട് 1974 വാട്ടർ ആക്ട് ഉണ്ട്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1981. ഇത്രയും ലോസ് ആണ് നമുക്ക് EIA-യുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഓക്കെ. Then the responsible body for this is the Central Pollution Control Board. ഇതിന്റെ മൊത്തം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണ്. ഇതിന് മൊത്തം ഉത്തരവാദിത്വം, EIA-ന്റെ മൊത്തം ഉത്തരവാദിത്വം ഉള്ളത് അതിലാണ് ആക്സസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. The project proponent is responsible for the preparation of the EIA statement with the help of external consultant or institution. പിന്നെ ഒരു എക്സ്റ്റേണൽ കൺസൾട്ടന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതിന്റെ ഒക്കെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ ഒരു EIA എന്ന് പറയുന്ന ഈ ഒരു അസസ്മെന്റ് നടത്തുന്നത്. ദ എമൗണ്ട് അലോക്കേറ്റഡ്, നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇന്ത്യയിൽ എങ്ങനെയാണ് EIA പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത്. The amount allocated and spent for preparation of EIA by the project proponents are usually additionally low compared to the overall project cost, often less than 1% of overall projects. അപ്പോൾ എത്രയാണോ അതിന്റെ ഒരു പ്രൊജക്ടിന്റെ എത്രയാണ് അതിനേക്കാളും കുറച്ച് കുറവായിട്ടുള്ളത് മാത്രമേ ഈ ഒരു EIA പ്രൊജക്ടിന് അത്രമാത്രം ആവശ്യമുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ അത്രമാത്രം അതിനൊരു പ്രൊജക്ടിന് ആവശ്യമായിട്ട് കോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. Then environmental impact assessment or EIA is a very beneficial step to check whether the project is environment friendly or not. അപ്പൊ നമുക്ക് ഒരു പ്രൊജക്ട്, നമ്മുടെ നാട്ടിൽ ഒരു പ്രൊജക്ട് വരുമ്പോൾ അത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണോ എക്കോ ഫ്രണ്ട്ലി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് EIA എന്ന് പറയുന്നത്. നമുക്കൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അത് ഭാവിയിൽ വരുന്ന ദോഷങ്ങളും അത് നമുക്ക് എത്രത്തോളം നമ്മളെ ഹ്യൂമൻ ഹെൽത്തിനെ ആയാലും സോഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആയാലും എക്കണോമിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആയാലും എത്രത്തോളം വരുന്നുള്ളതൊക്കെ നോക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അല്ലെ. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ പറയാം, EIA-നെ കൺസിഡർ ചെയ്യാം.
Since economic development is result of interaction between natural resources and technology supported by designate for people. Since economic development is result of interaction between natural resources and technology supported by designed for people, so all human activity should be economic, social and environment friendly. അപ്പം ഇങ്ങനെ ഒരു EIA എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും എൻവയോൺമെന്റുമായിട്ടുള്ള നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു പ്രൊസീജിയർ ആണ് EIA-ക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് എന്തുണ്ടാവുള്ളൂ, കൂടുതലായിട്ട് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് EIA-യുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ സോഷ്യലായിട്ടുള്ള ഇപ്പത്തെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ EIA ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞത്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് EIA ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, നന്നായിട്ട് പഠിക്കണം. നമ്മൾ അതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞു, അതെന്താന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്ടിനെ കുറിച്ച് അതിന്റെ വരും വരായികകൾ അത് എൻവയോൺമെന്റിൽ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് മൊത്തത്തിലുള്ള ഒരു അസസ്മെന്റ് നടത്തും. ആ അസസ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, EIA അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഇമ്പാക്ട് അസസ്മെന്റ് IAIA എങ്ങനെയാണ് നമ്മളെ EIA-നെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. EIA-നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, പ്രഡിക്റ്റിംഗ്, ഇവാലുവേറ്റിംഗ് ദ മിറ്റിഗേറ്റിംഗ് biophysical, social and other relevant effects of development proposals prior to major decision being taken and commitments made. അതുപോലെ അതായത് അത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ കുറച്ചൊരു സ്റ്റാൻഡർഡൈസ് ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാത്രം. ഓക്കെ, അത് നമ്മൾ നേരത്തെ നമ്മൾ ISO-ന്റെ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സർക്കുലർ എക്കണോമി ഒക്കെ ISO ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ കാര്യം നമുക്കറിയാം, അത് ISO ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IAIA നമ്മുടെ EIA-നെ ഒന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്കൊരു പ്രൊജക്ട് വരുമ്പോൾ നമ്മുടെ ഒരു എവിടെയായാലും ഇന്ത്യയിലെ ഒരു പ്രൊജക്ട് വരുന്ന സമയത്ത് ആ പ്രൊജക്ടിന്റെ വരും വരായികകൾ സോഷ്യൽ ആയിട്ടുള്ള, എൻവയോൺമെന്റൽ ആയിട്ടുള്ള, എക്കണോമിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഒക്കെ അസസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ആ ഒരു പ്രൊസീജിയറിനെയാണ് എന്ത് പറയുന്നത്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാ വന്നിട്ടുള്ളത് നോക്കി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു US-ലാണ് 1969 എൻവയോൺമെന്റൽ പോളിസി ആക്ട്, നാഷണൽ എൻവയോൺമെന്റൽ പോളിസി ആക്ടിന്റെ ഭാഗമായിട്ട് US-ലാണ് ഇത് ഫസ്റ്റ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയിൽ അത് വരുന്നത് 1994-ലാണെന്ന് പറഞ്ഞു. ഇതിനായിട്ട് ബന്ധപ്പെട്ട 3 അമെന്റ്മെന്റ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് മേജർ ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലെ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന steps എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്, സെക്കൻഡ് വൺ സ്കോപ്പിംഗ്, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്, ആൻഡ് ഫിഫ്ത്ത് വൺ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓഡിറ്റിംഗ്. അത് നമുക്ക് ഓരോ നെയിമിൽ തന്നെ നമുക്ക് അറിയാം അല്ലെ. സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു പ്രൊജക്ട് വരുമ്പോൾ തന്നെ അത് സ്ക്രീൻ ചെയ്യും. അതായത് ഇങ്ങനെ ഒരു EIA-യുടെ ഈ ഒരു പ്രൊസീജിയറിന്റെ ആവശ്യമുണ്ടോ, ഈ ഒരു പ്രൊജക്ടിന് ഈ ഒരു പ്രൊസീജിയറിന്റെ ആവശ്യമുണ്ടോ, ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഫസ്റ്റ് ഒരു അനലൈസ് നടത്തും അല്ലെ, ആ ഒരു ട്രയൽ നടത്തും. അതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്കോപ്പിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും ആ ഒരു സ്ക്രീനിങ്ങിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുക, ആ മേജർ ആയിട്ടുള്ള ഇഷ്യൂസിനെ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനാണ് സ്കോപ്പിംഗ് എന്ന് പറയുന്നത്. സ്കോപ്പിംഗ് എന്ന് പറയുന്നത് ദെൻ പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ. അങ്ങനെയുള്ള നമുക്ക് ഏതെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രഡിക്റ്റ് ചെയ്ത് അത് പിന്നെ എന്ത് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക. അതിനെ ലഘൂകരിക്കാൻ എന്തൊക്കെ സാധ്യതയുണ്ട്, അത് ലഘൂകരിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനാണ് തേർഡ് സ്റ്റെപ്പായിട്ട് പറയുന്നത്, പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് ആണ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത്രയും കാര്യങ്ങൾ മിറ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ റിപ്പോർട്ട് കിട്ടും. ആ ഫൈനൽ റിപ്പോർട്ടിന് ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ റിപ്പോർട്ട് എന്ത് ചെയ്യാം, ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ഔട്ട്പുട്ട് കിട്ടും. അതിനെ എന്ത് ചെയ്യാം, അത് മാനേജ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ദെൻ
ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാ മൊത്തം ഔട്ട്കംസും ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ മൊത്തത്തിലുള്ള ഒരു ഓഡിറ്റിംഗ് അല്ലെ, അതിനാണ് മൊത്തത്തിലൊരു ഓഡിറ്റിംഗ്, അതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ കളക്ട് ചെയ്യുക, അത്രയും കാര്യങ്ങൾ EIA ഒക്കെ മൊത്തത്തില് കണ്ടക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള മൊത്തത്തിലുള്ള ഫീഡ്ബാക്കും അതിന്റെ ഒരു അനാലിസിസ്, ഒരു മോണിറ്ററിങ്, ഒരു കൺക്ലൂഷൻ, ഒരു സമ്മറൈസ് ക്രിയേറ്റ് ചെയ്യുക, അതിനാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ എന്തൊക്കെ ഡേറ്റാസ് ആണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത് നോക്കി. ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ടൈപ്പും സൈസും ലൊക്കേഷൻസ് ഒക്കെ അതിന്റെ ആവശ്യമാണ്. അല്ല, ഒരു പ്രൊജക്ട്, അത് എന്ത് പ്രൊജക്ട് ആണ്, അത് എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ, അതിന്റെ സൈസ് എത്രയാണ്, അതിന്റെ ടൈപ്പ്, അത് ഏത് തരം പ്രൊജക്ട് ആണെന്നുള്ളതൊക്കെ, അങ്ങനെയുള്ള ഡേറ്റാസ് ഒക്കെ ആവശ്യമുണ്ട്. ദെൻ ഫിസിക്കൽ റിസോഴ്സസ്, ബയോളജിക്കൽ റിസോഴ്സസ്, ദെൻ എക്കണോമിക് ഡെവലപ്മെന്റ് റിസോഴ്സസ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, അതർ എക്സിസ്റ്റിംഗ് ആൻഡ് പ്ലാൻഡ് പ്രൊജക്ട്സ്. അപ്പം ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുമ്പോൾ അതിൽ ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സസിനെ കുറിച്ച് ഉള്ള ഡാറ്റാസ് വേണം, ബയോളജിക്കൽ ആയിട്ടുള്ള റിസോഴ്സസിനെ കുറിച്ചുള്ള ഡാറ്റാസ് വേണം, എക്കണോമിക് ഡെവലപ്മെന്റ് റിസോഴ്സസിനെ കുറിച്ചുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യും. ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇത് നമ്മുടെ ലൈഫ് ക്വാളിറ്റി എത്രത്തോളം മെച്ചപ്പെടുത്താൻ, അങ്ങനെ ലൈഫ് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഹ്യൂമന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യും. ദെൻ അതർ എക്സിസ്റ്റിംഗ് ആൻഡ് പ്ലാൻഡ് പ്രൊജക്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പ്ലാൻഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പ്രൊജക്ട് നിലവിലുണ്ടോ, അത് എവിടെയെങ്കിലും ഉണ്ടോ, അത് നടത്തുന്നുണ്ടോ, അതിന് എന്തെങ്കിലും ഇമ്പാക്ട്സ് ഉണ്ടോ എന്നുള്ള ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യും. അത്രയും ഡേറ്റാസ് ഒക്കെ ഈ ഒരു EIAക്ക് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസും പറഞ്ഞു, അതായത് ഡ്രോബാക്സും അഡ്വാൻറ്റേജസും പറഞ്ഞു. ദെൻ പിന്നെ ഇന്ത്യയിലുള്ള 4 ലോസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 ലോസ് പറഞ്ഞു. ഫസ്റ്റ് വാട്ടർ ആക്ട്, ദെൻ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ദെൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, ദെൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇത്രയും ലോസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ളത് എന്ന് പറഞ്ഞു. ദെൻ ഇത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇന്ത്യയിൽ ഇത് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു. മൊത്തത്തിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്, അതിന് മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആ ഒരു ഏജൻസിയിലാണെന്നുള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ ഒരു ഫ്യൂച്ചർ ലൈഫിന് വേണ്ടി, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടി, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ എൻവയോൺമെന്റൽ അസസ്മെന്റ് ടൂളാണ് അല്ലെ, ഒരു നല്ലൊരു ടൂളാണ് EIA എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതിന്റെ കുറിച്ചൊക്കെയുള്ള ചർച്ച ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരികയാണ് അല്ലെ. ഓരോ കാര്യങ്ങളായിട്ട് ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് അത് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട് അല്ലെ.